ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സങ്കീർത്തനം പോലെയുടെ അധ്യായം 11 വായിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. പിറ്റേന്ന് മുകളിൽ ദസ്തയേവ്സ്കിയും എമിലിയും തമ്മിൽ രൂക്ഷമായൊരു വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന ധൃതിയിൽ അവിടെ എത്തിയത്. അവൾ കോണിപ്പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫെദോസ്യ അടുക്കളവാതിൽക്കൽ നിന്ന് ഷ് എന്നൊരൊച്ചയുണ്ടാക്കുകയും ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഒരു നിമിഷം സംശയിച്ചും മുകളിലേക്ക് ചെവിയുർത്തു നിന്നതിനു ശേഷം അന്ന കോണിപ്പടികൾ ഇറങ്ങി. ഫെദോസിയുടെ അടുത്ത് ചെന്ന് പകച്ചു നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് എമിലിയുടെ സ്വരം അവൾ വ്യക്തമായി കേട്ടു. എന്തോ കുഴപ്പമാണെന്ന് ബോധ്യമായപ്പോൾ അന്നയുടെ മുഖത്തൊരു വല്ലായ്മയുണ്ടായി. ഫെദോസിയ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, ചേട്ടൻ്റെ ഭാര്യയാണ് എമിലി. അവൾക്ക് കഷ്ടപ്പാടൊക്കെയുണ്ട് എന്നോർത്തോ. ഇവിടുത്തെ അവസ്ഥ എന്താ, അതൊന്നും അവൾ ആലോചിക്കുന്നില്ല. വന്നു ചോദിക്കുമ്പോൾ പണം കൊടുത്തില്ലെങ്കിൽ അവളപ്പോൾ പഴംപുരാണം വായിക്കാൻ തുടങ്ങും. ചേട്ടൻ അനിയനെ സഹായിച്ചതിൻ്റെ കണക്കാണ്. വീണ്ടും എന്തോ പറയാൻ വന്നത് ഫെദോസ്യ പെട്ടെന്ന് വിഴുങ്ങി. അപ്പോൾ എമിലി ധൃതിയിൽ കോണിപ്പടികൾ ഇറങ്ങി വരികയായിരുന്നു. അന്ന വാതിൽക്കലേക്ക് കുറെ കൂടി ഒതുങ്ങി നിന്നു. താഴെ വന്ന് ഫെദോസിയെയും അന്നയെയും ഉദാസീനമായോ ഒന്ന് നോക്കിയതിനു ശേഷം എമിലി പുറത്തേക്ക് നടന്നു. അവളുടെ മുഖത്ത് അന്നേരം ഒരു കരച്ചിലിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഏതായാലും നീ ഇപ്പോഴങ്ങ് പോകണ്ട, ഫെദോസ്യ അന്നയോട് പറഞ്ഞു. ഫയദൂർ വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ആരെയും കാണുന്നത് ഇഷ്ടമല്ല. അന്ന അടുക്കളയിൽ ഫെദോസിയുടെ ഒപ്പം ഇരുന്ന് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞു. ഇല്ലായ്മയൊക്കെ അടുക്കളയിലെ ദൃശ്യമാണ്. തട്ടുകളും അലമാരിയും ശൂന്യം. അതൊന്നും ഫെദോസിയെ അലട്ടുന്നില്ല. ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കും. ആഹാരത്തിന് ദസ്തയേവ്സ്കിക്ക് നിർബന്ധങ്ങളൊന്നുമില്ല, കട്ടൻ ചായയുടെ കാര്യത്തിലൊഴിച്ച്. അത് കൃത്യസമയത്ത് വേണം, കടുപ്പത്തിൽ. പിന്നെ വിശപ്പിന് എന്ത് കിട്ടിയാലും മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. സഹിക്കാൻ കൊള്ളുന്ന ഒരു കഷ്ടാനുഭവമായി തീർന്നിരിക്കുന്നു വിശപ്പും. തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങ് കഴുകി വക്കുപൊട്ടിയ പാത്രത്തിൽ വെച്ചതിനു ശേഷം അന്ന ഫെദോസിയോട് പറഞ്ഞു, ഇനി ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. വാതിൽക്കൽ ചെന്ന് അന്ന ഒരു നിമിഷം അവിടെ നിന്നു. ദസ്തയേവ്സ്കി നെറ്റിയിൽ കൈവച്ച് സെറ്റിയിൽ ചാരി മലർന്നു കിടക്കുകയായിരുന്നു. അവൾ തൊണ്ടയനക്കി ഒരൊച്ചയുണ്ടാക്കിയതിനു ശേഷം അകത്തേക്ക് കയറി ചെന്നു. അന്നയുടെ സാന്നിധ്യം അറിഞ്ഞ് ദസ്തയേവ്സ്കി കണ്ണു തുറന്നു. അന്ന എന്താ വൈകിയേ? അവൾ പറഞ്ഞു, ഞാൻ നേരത്തെ വന്നു. എന്നിട്ട്? താഴെ ഫെദോസിയയുടെ അടുത്തിരുന്നു. രഹസ്യം പിടികിട്ടിയ മട്ടിൽ ഒരു നിമിഷം ദസ്തയേവ്സ്കി നിശ്ചലാവസ്ഥയിലിരുന്നു. പിന്നെ ഒരു തമാശയെക്കുറിച്ച് ഓർക്കും പോലെയുള്ള ഭാവപ്രകാശത്തോടെ പറഞ്ഞു, ഓ, ഇവിടെ എമിലി ഉണ്ടായിരുന്നു അല്ലേ? ഏതായാലും അന്ന അന്നേരം മുകളിലേക്ക് വരഞ്ഞത് നന്നായി. ചിലപ്പോൾ ചില സന്ദർഭങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുമ്പോൾ വിഷമം തോന്നും. എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ. അന്ന അത് ഗൗനിക്കാൻ പോയില്ല. നേരെ മേശയ്ക്കരികിൽ ചെന്നിരുന്ന് നോട്ട്ബുക്കും പെൻസിലും എടുത്ത് എഴുതാൻ തയ്യാറായിരുന്നു. അവൾ ദസ്തയേവ്സ്കി ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാതെ കൈമുട്ട് മടക്കി മേശമേലൂന്നി ചുരുട്ടിയ കൈപ്പത്തിൽ നെറ്റി കൊള്ളിച്ച് കീഴോട്ട് നോക്കിയിരുന്നു. നിശബ്ദതയുടെ ഒരിടവേള. അത് കഴിഞ്ഞ് ദസ്തയേവ്സ്കി ചോദിച്ചു, നമ്മൾ എവിടെയാണ് നിർത്തിയത്? അന്നയ്ക്കത് നല്ല ഓർമ്മയുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അലക്സി ഇവാനോവിച്ചിൻ്റെ ഒരു മനോഗതത്തിൽ അയാൾ അയാളുടെ കുറിപ്പുകൾ എടുത്തു വെച്ച് അതിലൂടെ കണ്ണോടിക്കുന്നു. താനിതെഴുതിയത് ഒരു ഭ്രാന്താലയത്തിൽ വെച്ചല്ലെന്ന് ആര് മനസ്സിലാക്കുന്നു എന്ന് അയാൾ ചിന്തിക്കുന്നു. ആ മതി, ദസ്തയേവ്സ്കി പറഞ്ഞു. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇനിയും അലക്സിയെയാണ് നമ്മൾ പിന്തുടരുന്നത്. ഒരു നിമിഷം കണ്ണടച്ചിരുന്നതിന് ശേഷം ദസ്തയേവ്സ്കി കഥയിലേക്ക് പ്രവേശിച്ചു. ഞാനിപ്പോൾ തികച്ചും ഏകനാണ്. ശരത്കാലം വന്നു കഴിഞ്ഞു. ഇലകൾക്ക് മഞ്ഞനിറം വീണു. ഞാനിവിടെ ഈ വിഷാദഛായ പൂണ്ട ചെറിയ നഗരത്തിലാണ്. ഈ ചെറിയ ജർമ്മൻ നഗരങ്ങൾക്ക് എങ്ങനെ അങ്ങനെയല്ലാതായിരിക്കാൻ കഴിയും? അടുത്ത നീക്കം എന്താണെന്ന് ആലോചിക്കുന്നതിനു പകരം നിമിഷങ്ങൾക്കിടയിൽ ഓർമ്മകളിലും ഹൃദയ ദൗർബല്യങ്ങളിലും പെട്ട് ഒരു ചുഴിയിൽ എന്ന പോലെ ഞാൻ വട്ടം കറങ്ങി. വീണ്ടും ഞാൻ അകലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ചെന്നു വീഴുന്നത് എവിടെയാണെന്ന് ദൈവത്തിനറിയാം. ഇപ്പോഴും ഇടയ്ക്കിടെ ഞാൻ ആ ചുഴികളിൽ അകപ്പെട്ട് ശ്വാസം മുട്ടുകയാണെന്ന് തോന്നുന്നു. ഈ നിമിഷത്തിലും എന്നെ ആ ചുഴലിക്കാട്ടിട്ട് വട്ടം കറക്കുന്നത് പോലെയാണ്. പ്രജ്ഞയുടെ എല്ലാ സ്ഥിരതയ്ക്കും ക്രമത്തിനും അതീതമായി അതിനെ വിറകൊള്ളിക്കുകയും പറിച്ചെടുക്കുകയും ഏതോ വിദൂരതയിലേക്ക് ചുഴറ്റിയെറിയുകയും ചെയ്യുന്നു. കഥയങ്ങനെ നീണ്ട് ഒരു ഘട്ടത്തിൽ അത് വീണ്ടും പോളിന അലക്സാണ്ട്രോവിനയിലെത്തിയപ്പോൾ പെട്ടെന്ന് അന്നയുടെ മനസ്സുണർന്നു. അതുവരെ അവൾ നിർവികാരമായി കഥ പകർത്തുക മാത്രമായിരുന്നു. പോളിനയുടെ അടുത്തെത്തിയപ്പോൾ അവളുടെ ഹൃദയത്തുടിപ്പിൻ്റെ വേഗം കൂടി. അന്ന് പകൽ മുഴുവനും കുട്ടികളോടും ആയോടുമൊപ്പം അവൾ സത്രത്തിലെ മുറിക്കുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നിരിക്കണം. അവളെ വെളിയിൽ കണ്ടതേയില്ല. അവൾ ജനറലിനെ ഒഴിവാക്കിയിരിക്കുന്നു. അവൾ അയാളോട് സംസാരിക്കാനും കൂട്ടാക്കിയില്ല, ഗൗരവമുള്ള വിഷയങ്ങളെക്കുറിച്ച് പോലും. ഞാനത് നേരത്തെ ശ്രദ്ധിച്ചു.
എന്നാൽ അന്നത്തെ സാഹചര്യങ്ങളിൽ ജനറലിന് പോളിനെ ഒഴിവാക്കാനാവുമായിരുന്നില്ല. പ്രധാനപ്പെട്ട കുടുംബകാര്യങ്ങളെങ്കിലും ഉണ്ടായിരുന്നു അവർക്ക് തമ്മിൽ പറയാൻ. ആസ്റ്റ്രേലിയയെ കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ പോളിനെയും കുട്ടികളെയും ഞാൻ കണ്ടു. കുടുംബം ഉയർത്തിയ കൊടുങ്കാറ്റിൻ്റെ നാശനഷ്ടങ്ങളിൽ നിന്ന് അവൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു അവളുടെ നിൽപ്പ്. അങ്ങേയറ്റത്തെ ശാന്തതയോടെ ഞാൻ വന്നിച്ചതിനു പകരമായി അവൾ തലയാട്ടി. മാനസികമായൊരു കാലുഷ്യത്തോടെ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഇനി എന്താണ് സംഭവിക്കുന്നത്? അന്നയുടെ ഹൃദയം ശക്തിയായി മിടിക്കുന്നു. കഥ എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഈ പോളിന ആരാണ്? അലക്സി ഇവാനോവിച്ചിനും പോളിനയ്ക്കുമിടയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇടയ്ക്കൊരു സിഗരറ്റ് കത്തിച്ചതിനു ശേഷം ദസ്തയേവ്സ്കി വീണ്ടും കഥ തുടർന്നു. ഞാനും അവളെ ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ വൂർമെർഹംകാരുമായുണ്ടായ സംഭവത്തിനു ശേഷം ഞാൻ അവളോട് അടുത്തിട്ടില്ല. അത് എൻ്റെ ഗർവ് കൊണ്ടുകൂടിയാകാം. എൻ്റെ ധാർമ്മിക രോഷം എൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരുന്നു. അവൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ വേണ്ട, എന്നാൽ എൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ അവൾക്ക് എന്താണ് അവകാശം? അവൾക്കറിയാം ഞാൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാനത് പറഞ്ഞപ്പോഴൊക്കെ അവൾ നിശബ്ദം കേട്ട് നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബന്ധത്തിൻ്റെ തുടക്കം വിചിത്രമായ രീതിയിലായിരുന്നു. വാസ്തവം, സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഒരാളെ സ്നേഹിതനായി കിട്ടാൻ അവൾ ആഗ്രഹിച്ചിരുന്നു 2 മാസം മുമ്പ്. അതെനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി അവൾ എന്നെ പല വിധത്തിൽ പ്രലോഭിപ്പിക്കുകയും ചെയ്തു. ചില കാരണങ്ങളാൽ അന്നൊന്നും സംഭവിച്ചില്ല. പിന്നെയാണ് വിചിത്രമായ ഈ ബന്ധമുണ്ടായത്. എന്നാൽ എൻ്റെ സ്നേഹം ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവളത് തുറന്നു പറയാത്തത്? അന്നയ്ക്ക് ദേഷ്യം പിടിച്ചു. അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഈ സ്നേഹം കൊണ്ട് അവളുടെ പിറകെ ചെല്ലുന്നത് എന്തിനാണ്? ഹൃദയത്തിൻ്റെ അടിയിൽ നിന്ന് വാക്കുകൾ വരുന്നു. ഒരു കഥ പറയുന്നത് പോലെയല്ല, ഒരനുഭവത്തിൻ്റെ ഊഷ്മളതയോടെ, അതിൻ്റെ വികാരനിർഭരതയോടെ. ചൂതുകളിയുടെയും സ്നേഹത്തിൻ്റെയും അടുത്തെത്തുമ്പോൾ ആളിൻ്റെ ഹൃദയം പെട്ടെന്ന് ഇളകിമറിയാൻ തുടങ്ങുന്നു. അവൾക്കറിയാം അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലെന്ന്. 3 ദിവസമായി ആ സംഭവം കഴിഞ്ഞിട്ട്. ആ വേർപാട് എനിക്ക് ദുസ്സഹമായിരുന്നു. അവളെ കണ്ട മാത്രയിൽ എൻ്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. ഞാൻ വിളറിപ്പോയി. എന്നെ കൂടാതെ അവൾക്ക് മുമ്പോട്ട് പോകാനൊക്കുമോ? അവൾക്ക് എന്നെ വേണം, തീർച്ചയായിട്ടും. അതൊരു കൊട്ടാരം വിദൂഷകനായിട്ട് മതിയെന്നാണോ? അന്നയുടെ ഹൃദയം വല്ലാതെ മുറുക്കം കൊണ്ടു. ഒരാൾ ഇത്രയ്ക്കങ്ങ് താണു കൊടുക്കരുത്. സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അതിങ്ങനെയാണോ? അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ 1000-1 അംശം കാണിക്കുന്നുണ്ടോ ഇങ്ങോട്ട്? താൻ ആരാണെന്നാണ് അവളുടെ വിചാരം? രാജകുമാരിയോ? ദേവകന്യകയോ? എന്ത് വിചാരിച്ചാണ് ഈ അലക്സി ഇവാനോവിച്ച് അവളുടെ കാലത്തിൽ ചെന്ന് വീഴാൻ പോകുന്നത്? അവൾക്ക് മറ്റാരോടെങ്കിലും ഭ്രമമുണ്ടെങ്കിൽ അവളെ ആ വഴിക്ക് വിട്ടാൽ പോരെ? ഒരു സ്നേഹിക്കാൻ അവൾ ഒരുത്തി മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. എന്തിനാണ് അവളെ ഓർത്തിങ്ങനെ സ്വയം പീഡിപ്പിക്കുന്നത്? അല്ലാതെ തന്നെ ധാരാളമുണ്ട് സഹിക്കാൻ. അതിന് പുറകെയാണിത്. ഇത് സ്നേഹമൊന്നുമല്ല. കൊതിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുത്തിയുടെ പിറകെയുള്ള ഇഴയലാണ്. അതിനെ സ്നേഹമെന്നൊന്നും വിളിക്കരുത്. സ്നേഹം ഇങ്ങനെയാണോ? സ്നേഹമുള്ളൊരു വാക്ക് പറയുന്നുണ്ടോ അവൾ? ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയല്ലാതെ. അലക്സി എന്താണത് മനസ്സിലാക്കാത്തത്? അവൾക്ക് ആരായാലും മതി എന്ന് വിചാരിക്കുന്ന ഒരുത്തി സ്നേഹിക്കാൻ കൊള്ളാവുന്നവളാണോ? എന്താ അതൊന്നും ആലോചിക്കാത്തത്? സ്നേഹമുണ്ടെന്ന് വെച്ച് അഭിമാനം പണയം വയ്ക്കണോ? നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരുവൾക്ക് വേണ്ടിയാണോ ഷ്ലാങ്ങൻബർഗ് കൊടുമുടിയിൽ നിന്ന് അത്യഗാധതയിലേക്ക് ചാടുമെന്ന് പറയുന്നത്? സ്വന്തം ഹൃദയത്തിൽ അലയ്ക്കുന്ന ചോദ്യങ്ങളിൽ അന്നയ്ക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു. എന്തോ ഒരു കയ്പ് അവളുടെ വായിൽ നിറഞ്ഞു. അവളുടെ ഹൃദയം ഇടിക്കുന്നതിൻ്റെ ഒച്ച അവൾക്ക് കേൾക്കാമായിരുന്നു. അപ്പോഴാണ് അലക്സി ഇവാനോവിച്ചിൻ്റെ സമ്പൂർണമായ കീഴടക്കം. കാര്യങ്ങളൊക്കെ അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒരിക്കലുമില്ലെന്ന മട്ടിൽ അലക്സി ചോദിക്കുകയാണ് പോളിനയോട്, നിനക്കെൻ്റെ ജീവിതം വേണോ വേണ്ടയോ? നിനക്കെൻ്റെ ജീവിതം വേണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ സ്നേഹം വേണോ എന്ന് തന്നെയല്ലേ? എത്രയായാലും ഒരാൾ ഇത്രയ്ക്കങ്ങ് താഴരുത്. ദസ്തയേവ്സ്കി നോക്കുമ്പോൾ അന്ന വെറുതെ ഇരിക്കുകയാണ്. നിറം മങ്ങിപ്പോയ ഒരു മാർബിൾ പ്രതിമയെപ്പോലെ വിളറിയ മുഖത്തോടെ ദസ്തയേവ്സ്കി ചോദിച്ചു, എന്തു പറ്റി അന്നയ്ക്ക്? ഒരു ജാഡ്യത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ അന്ന ദസ്തയേവ്സ്കി മിഴിച്ചു നോക്കി. പിന്നെ അവൾ പറഞ്ഞു, ഒന്നുമില്ല. ദസ്തയേവ്സ്കി എഴുന്നേറ്റ് അടുത്തു ചെന്ന് അന്നയുടെ മുഖത്ത് ഉറ്റുനോക്കി. എന്താ, സുഖമില്ലേ അന്നയ്ക്ക്? ഏതോ വിസ്മൃതിയിൽ നിന്നെന്ന പോലെ അവൾ തിരിച്ചു ചോദിച്ചു, ഈ അലക്സി എന്തിനാ അങ്ങനെ ഒരുത്തിയെ സ്നേഹിക്കാൻ നടക്കുന്നേ? തൻ്റെ സ്നേഹത്തെ പരിഹസിക്കുകയും ഹൃദയത്തെ മുറിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുത്തിയെ. ഒരു നിമിഷം നിർനിമേഷനായി അവളെ നോക്കി നിന്നതിനു ശേഷം ദസ്തയേവ്സ്കി പറഞ്ഞു, സ്നേഹം അങ്ങനെയുമുണ്ട്. ഏതു മുറിവും സഹിച്ചുകൊണ്ട്, ഏത് അവമാനവും സഹിച്ചുകൊണ്ട്, ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലെന്നറിഞ്ഞുകൊണ്ട്. അന്നയ്ക്കതത്ര എളുപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ലെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു.
അവളുടെ മുഖം വിവർണമായിരുന്നു. സ്നേഹസംബന്ധിയായ ഏതോ സംശയമാണ് അവളുടെ ഭാവപകർച്ചയ്ക്ക് കാരണമെന്ന് മനസ്സിലായിട്ടും ദസ്തേവ്സ്കി അങ്ങനെയൊന്നും ഭാവിച്ചില്ല. അതത്ര ഗൗരവമായിട്ടെടുത്തില്ല. ഇളം മനസ്സിന് സ്നേഹത്തിൻ്റെ സങ്കീർണതകൾ ഊഹിക്കാൻ പ്രയാസം കാണും. അവൾക്കു സ്നേഹം ചുകചുകച്ചു വന്ന ഒരു പൂവ് പോലെയോ വസന്തത്തിലെ ഒരു ദിവാസ്വപ്നം പോലെയോ ആയിരിക്കും. അല്ലെങ്കിൽ കണ്ണിമേൽ അടർന്നു വീഴാൻ കാത്തു നിൽക്കുന്ന ഒരു കണ്ണീർ തുള്ളി. അന്നയ്ക്കെന്തോ വിഷമമുള്ളതുപോലെ തോന്നുന്നു, ദസ്തേവ്സ്കി പറഞ്ഞു. എങ്കിൽ വേണ്ട, നമുക്ക് നിർത്തിയേക്കാം. എന്താ? വേണ്ട, അന്ന പറഞ്ഞു. എനിക്കൊന്നുമില്ല, പറഞ്ഞാൽ മതി, ഞാൻ എഴുതിക്കോളാം. ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞെങ്കിലും എന്തോ ഉണ്ടെന്ന് വ്യക്തമായിരുന്നു. എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. വിഷാദമോ അവിശ്വാസമോ അതോ വിദ്വേഷമോ? എന്തിന്? ചിന്തയുടെ ഒഴുക്ക് മുറിഞ്ഞുപോയി. അത് സുഖകരമായൊരു വേഗത്തിലും ലയത്തിലും എത്തിയതായിരുന്നു. ആ സന്ദർഭങ്ങളും ഇണങ്ങിക്കിട്ടിയിരുന്നു. ഇപ്പോൾ എല്ലാം ശിഥിലമായതുപോലെ തോന്നുന്നു. ഇനി എവിടം തൊട്ടാണ് തുടങ്ങേണ്ടത്? എങ്ങനെയാണ് തുടങ്ങേണ്ടത്? അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെദോസ്യ കട്ടൻ ചായയും കൊണ്ടുവന്നു. കിഴവിക്ക് സ്തുതി പറയാൻ തോന്നിപ്പോയി ദസ്തേവ്സ്കിക്ക്. ആകപ്പാടെ ഒരു മടുപ്പിൽ ചെന്ന് മുട്ടി നിൽക്കുകയായിരുന്നു. വൈകുന്നേരം അന്ന പോകാൻ നേരത്ത് ദസ്തേവ്സ്കിയും കൂടെ ഇറങ്ങി. കുറേ ദൂരം ഒന്നിച്ചു നടക്കാമെന്ന് വിചാരിച്ചാണ്, അനന്തമായ ആകാശത്തിനു കീഴിൽ. അങ്ങനെ നടക്കുമ്പോൾ അന്നയ്ക്ക് ഒരു കുസൃതി തോന്നി. സ്നേഹമെന്ന് പറയുമ്പോൾ മരിക്കാൻ നിൽക്കുന്ന ആളല്ലേ? ആ സ്നേഹത്തെക്കുറിച്ച് തന്നെയായിരുന്നു അവളുടെ സംശയവും. അഗാധമായ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. മേരിയ രോഗം പിടിച്ചു കിടക്കുമ്പോഴല്ലേ വിനോദസഞ്ചാരത്തിന് പോയത് യൂറോപ്പിലേക്ക്, അവളെ തനിച്ചാക്കിയിട്ട്. തൻ്റെ രഹസ്യങ്ങൾ ഓരോന്നും ചികഞ്ഞു പിടിച്ച് അതിൻ്റെയൊക്കെ പേരിൽ തന്നെ വിചാരണ ചെയ്യാനാണോ ഇവളുടെ പുറപ്പാട്? ദസ്തേവ്സ്കി സ്വല്പം നർമ്മം കലർത്തി ഒരാത്മനിന്ദ പ്രകാശിപ്പിച്ചു അതിന് മറുപടിയായിട്ട്. എന്തു ചെയ്യാം, അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ. നേരത്തെ കരുതി വെച്ചിരുന്ന ഒരാശയം പുറത്തെടുക്കും പോലെ അന്ന പറഞ്ഞു. എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിശാചിൻ്റെയും പുണ്യവാളൻ്റെയും അംശങ്ങളുള്ള ഒരാൾ. എന്താണിത്? പ്രശംസയോ പരിഹാസമോ? രണ്ടുമല്ല, ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞെന്ന് മാത്രം. വളരെ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ എനിക്ക്. പക്ഷേ അതിനിടയ്ക്ക് മനസ്സിലായത് ഇതൊക്കെയാണ്. ഇപ്പോൾ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിനകത്ത് പോലും കടന്ന് പരിശോധിക്കുന്നു. രഹസ്യങ്ങളും കാപട്യങ്ങളും വലിച്ചു പുറത്തിടുന്നു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആള്. ആ നിലയ്ക്ക് ആ ആളിനെക്കുറിച്ച് സംശയങ്ങൾ പാടില്ലെന്ന് എനിക്ക് തോന്നി. അത്രയേ ഉള്ളൂ. ആട്ടെ, ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? എന്നാൽ അതും തീർത്തേക്കാം കയ്യോടെ. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. സംശയങ്ങൾ തീരില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അത്? കുഴപ്പമൊന്നുമില്ല, ചോദിച്ചോ. സംശയം അന്നയ്ക്ക് നാവിൻ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. മേരിയായുടെ മരണം എങ്ങനെ സഹിച്ചു? ആ നിമിഷങ്ങളുടെ ഓർമ്മയിലെന്ന പോലെ ദസ്തേവ്സ്കി ഒന്ന് നിശ്വസിച്ചു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായ തരത്തിൽ സ്നേഹവും വെറുപ്പും ഇടകലർന്നതായിരുന്നു ഞങ്ങളുടെ ജീവിതം. അതൊക്കെ ആരെങ്കിലും പറഞ്ഞ് അന്നെ കേട്ടിട്ടുണ്ടാവും. സ്വച്ഛമായ സ്നേഹബന്ധങ്ങൾ എനിക്ക് വിധിച്ചിട്ടില്ല. ഹൃദയത്തിൽ വീഴുന്ന പോറലുകൾ കുറേയൊക്കെ ഏത് സ്നേഹബന്ധത്തിൻ്റെ വിധിയായിരിക്കാം. ഇത് പക്ഷേ പോറലുകളല്ല, പിളർപ്പുകളാണ്. അതിൽ എൻ്റെ പങ്ക് ഞാൻ കുറച്ചു കാണുന്നില്ല. വഴി ഒരു വളവ് തിരിഞ്ഞു. ഇനി അത് പാർക്കിൻ്റെ അരികിലൂടെയാണ് പോകുന്നത്. നടന്ന് പാർക്കിനടുത്തെത്തിയപ്പോൾ അവിടെ ആരുമില്ല, വിജനം. നമുക്ക് ഈ പാർക്കിൽ കുറേ നേരം ഇരുന്നാലോ? അന്നയ്ക്ക് ധൃതിയുണ്ടോ പോകാൻ? സംശയങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ അതുമാവാം. അവൾ സമ്മതിച്ചു. ജലധാര യന്ത്രത്തിൻ്റെ അപ്പുറത്ത് പടർന്നു നിൽക്കുന്ന മരത്തിൻ്റെ കീഴിൽ അവർ ചെന്നിരുന്നു. പാർക്കിൻ്റെ ഒരു കോണിൽ പഴയൊരു പ്രതിമ നിൽപ്പുണ്ട്. ആരുടെയാണെന്ന് അറിയില്ല. കണ്ടാൽ കരിങ്കല്ലിൽ തീർത്തതാണെന്നേ തോന്നൂ. ദസ്തേവ്സ്കി ആ പ്രതിമയിൽ നോക്കിയിരിക്കുമ്പോൾ അന്ന ചോദിച്ചു. കുറ്റവും ശിക്ഷയും വായിച്ചതിൻ്റെ ഓർമ്മയിൽ നിന്നാണ്. ആ റസ്കോൾനിക്കോവിനെ എവിടെ നിന്ന് കിട്ടി? ആരെയെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടാണോ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? പാർക്കിൻ്റെ കോണിലെ പഴയ പ്രതിമയിൽ നിന്ന് ദസ്തേവ്സ്കി നോട്ടം പിൻവലിച്ചു. ഏറെക്കുറെ ആ റസ്കോൾനിക്കോവ് ഞാൻ തന്നെയാണ്, ദസ്തേവ്സ്കി പറഞ്ഞു. ഒരർത്ഥത്തിൽ ആ നോവൽ എൻ്റെ ആത്മകഥയോടൊക്കും. അതെങ്ങനെ? അതൊരു കൊലപാതകിയുടെ കഥയല്ലേ? എൻ്റെ ഉള്ളിലും ഒരു കൊലപാതകിയുണ്ട്. പക്ഷേ റസ്കോൾനിക്കോവ് സങ്കടപ്പെടുന്നുണ്ടല്ലോ. അയാൾ എന്തനുഭവിച്ചു പിന്നീട്? എൻ്റെ ദൈവമേ, ഓർമ്മയുണ്ടല്ലേ? ഞാൻ എൻ്റെ നോവലുകളെയും എൻ്റെ കഥാപാത്രങ്ങളെയും കുറിച്ച് ഇതിനു മുമ്പ് ആരോടും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന്, അല്ലെങ്കിൽ മറ്റൊരു സംഗതിയുമുണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ എന്നോട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുമില്ല. റസ്കോൾനിക്കോവ് അനുഭവിക്കുന്ന അനന്തമായ ഉൾപ്പോരില്ലേ, അതെൻ്റെ തന്നെയാണ്. ഞാൻ അനുഭവിച്ചതാണത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആത്മശുദ്ധീകരണത്തെ സംബന്ധിച്ചൊരാശയമുണ്ടായിരുന്നു എനിക്ക്. ആ സോണിയായോ? സ്നേഹത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്നേഹത്തിൻ്റെ പേരാണത്. എനിക്കതിൽ കൂടുതൽ അത് വിശദീകരിക്കാൻ വയ്യ.
പിതാവ് കുത്തിക്കെട്ടി ബൈൻഡിട്ട് വെച്ചിരുന്ന റഷ്യൻ മെസ്സഞ്ചർ മാസികയിൽ നിന്നാണ് അന്ന കുറ്റവും ശിക്ഷയും വായിച്ചത്. കുറ്റവാസനയും പാപബോധവും നിസ്സഹായതയും അലിവും നന്മയും തിന്മയുമൊക്കെ കെട്ടിമറിയുന്ന ഒരിരുണ്ട ലോകമാണതെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെല്ലാം ആവിർഭവിച്ചത് ഈ മനസ്സിൽ നിന്നല്ലേ? ആ അത്ഭുതത്തോടെ അന്ന ദസ്തയേവ്സ്കിയെ നോക്കി. അവളുടെ ഹൃദയം വായിച്ചിട്ടെന്ന പോലെ ദസ്തയേവ്സ്കി പറഞ്ഞു, മനുഷ്യൻ്റെ മനസ്സൊരു കാടാണ്, ഹിംസ്രജന്തുക്കൾ മേയുന്നൊരു കൊടുങ്കാട്. അവയുടെ അലർച്ചകൾ ഞാൻ അനുഭവിക്കുന്ന ഒരു വന്യമൃഗത്തിൻ്റെ കടിച്ചുകീറലാണ്. എൻ്റെ കഥകളിൽ അതിൻ്റെ വിങ്ങലും നിലവിളിയുമൊക്കെയുണ്ട്. മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തു തോന്നുമോ ആവോ, ശപിക്കപ്പെട്ട ഒരാത്മാവാണ് ഞാൻ. അന്ന അങ്ങനെ കരുതുന്നില്ല. അവളുടെ കണ്ണിൽ അനുഗ്രഹീതമായ ഒരു ആത്മാവാണ്, ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ. ആ വിശ്വാസത്തിന് യാതൊരു ഇളക്കവുമില്ല. അതിനി ഇളക്കം തട്ടാൻ പോകുന്നുമില്ല. അവൾ ചോദിച്ചു, തീർന്നോ? ആത്മനൊമ്പരങ്ങളുടെ വിങ്ങലടക്കിക്കൊണ്ട് ദസ്തയേവ്സ്കി തൻ്റെ വ്യക്തിസത്തയുടെ മറകൾ നീക്കി. ഇല്ല, ശാപങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ദാരിദ്ര്യം, രോഗം, സ്നേഹഭംഗം, ഒറ്റപ്പെടൽ, പീഡാനുഭവങ്ങൾ. എപ്പോഴും വലിഞ്ഞു മുറുകി നിൽക്കുന്ന മനസ്സ്. അതൊക്കെ പിന്നെ വിധിയും ജീവിതവും ഏൽപ്പിച്ചതാണെന്നോർക്കാം. പക്ഷെ ഞാൻ എന്നോട് ചെയ്തതോ? ചൂതുകളി, ഋണഭാരം, ദുഷ്കീർത്തി, ആത്മനിന്ദ. ഞാൻ എന്നെ അഴുക്കുചാലുകളിലിട്ട് വലിച്ചിഴക്കുകയായിരുന്നു. എനിക്ക് ജീവിതത്തോട് പരാതി പറയാൻ അവകാശമില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ? അതെ, വെറുതെയാണോ ഞാൻ പറഞ്ഞത് ഞാൻ ശപിക്കപ്പെട്ട ഒരു ആത്മാവാണെന്ന്? സത്യത്തിൽ എൻ്റെ ജീവിതം ഒരു അസംബന്ധമായി തീർന്നിരിക്കുന്നു, ശരിയല്ലേ? ആദ്യം വെറുതെ എന്ന പോലെ പറഞ്ഞു തുടങ്ങിയതാണ്, പിന്നെ അതിൽ കുറെ ആത്മനിന്ദ കലർന്നു. ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഹൃദയം ഇളകി മറിയുന്ന ഒരു കടലിനെ ഓർമ്മിപ്പിക്കുന്നു. എന്തു പറയണമെന്നറിയാതെ അന്ന പതറി. ചുഴികളും മലരികളും അടിയൊഴുക്കുകളും കൊണ്ട് ഇളകി മറിയുന്ന ഒരു കടലിനെ എങ്ങനെ സാന്ത്വനിപ്പിക്കാനാണ്? ആരോടും പറയണമെന്ന് വിചാരിച്ചതല്ല, എങ്കിലും ഇപ്പോൾ അന്നയോട് പറയുന്നു. വലിഞ്ഞു മുറുകി നിൽക്കുന്ന മനസ്സിൽ നിന്ന് നെടുവീർപ്പിൻ്റെ ഒരല പൊട്ടുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർണായകമായൊരു സന്ധിയിലാണ് നിൽക്കുന്നത്. എൻ്റെ മുമ്പിൽ 3 വഴികളുണ്ട്. 1 ജെറുസലേമിലേക്ക്, 2 ചൂതുകളി കേന്ദ്രത്തിലേക്ക്, 3 കുടുംബജീവിതത്തിലേക്ക്. 3ാമത്തെ വഴി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ എന്തു ചെയ്യണം? ഏതു വഴിക്ക് പോകണം? ആ ചോദ്യത്തിന് മുന്നിൽ അവൾ നടുങ്ങിപ്പോവുക തന്നെ ചെയ്തു. ആകെ വിങ്ങിപ്പൊട്ടാൻ നിൽക്കുന്നൊരു ഭാവമായിരുന്നു അപ്പോൾ ദസ്തയേവ്സ്കിക്ക്. അന്ന ഓർക്കുകയായിരുന്നു, ഇപ്പോൾ തന്നെ അന്യായിട്ടൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമോ തന്നോട്? മുഴുവൻ ലോകത്താലും പരിത്യജിക്കപ്പെട്ട ഞാൻ ഒടുവിൽ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന മട്ടിലാണ്. ലോകത്തിന് പാപപുണ്യങ്ങളുടെ വഴി കാണിച്ചു കൊടുക്കാൻ പോന്ന ഒരാൾ ഒരു പൊട്ടിപ്പെണ്ണിനോട് ചോദിക്കുന്നു താൻ ഏത് വഴിക്ക് പോകണമെന്ന്. അതിൻ്റെ യുക്തിയും പൊരുളുമൊന്നും അപ്പോൾ അന്ന ചിന്തിച്ചില്ല. അവൾ ചോദിച്ചു, ആ അടഞ്ഞു കിടക്കുന്ന 3ാമത്തെ വഴി തുറക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കിക്കൂടെ? അഗാധമായ ഹൃദയഭാവത്തോടു കൂടി ദസ്തയേവ്സ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി. അന്നേരം ഒരു കടൽ പോലെ അവളുടെ ഹൃദയം ഇളകി മറിഞ്ഞു. തൻ്റെ ഹൃദയത്തിലും ഒരു കടലുണ്ടെന്ന് അന്നാദ്യമായാണ് അവൾ അറിയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഒരു സങ്കീർത്തനം പോലെയുടെ അധ്യായം 11. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.